ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പാർട്ട എന്ന രീതിയിൽ സ്പാർട്ട സ്പോർട്സിൻ്റെ വേറൊരു വെറൈറ്റി നെയിമുമായിട്ടാണ് നമ്മൾ ഇത്തവണ നമ്മുടെ സ്പോർട്സ് ഉണ്ടായിരുന്നത്. നമ്മൾ യൂണിയൻ നടത്തിയ ഫസ്റ്റ് ടൈം സ്പോർട്സ്, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സ്പോർട്സ്. ആസിഫ് ഷെയർ, നമ്മുടെ ഫുട്ബോൾ ഇതിഹാസ താരം, അതായത് മലപ്പുറത്തിൻ്റെ മറഡോണ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ ഒരു താരത്തിന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു കിഡിലനായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ടൈം നമ്മൾ വന്ന ശേഷമുള്ള ഫസ്റ്റ് ടൈം പ്രോഗ്രാം കൂടിയാണ്, അതായത് ഫസ്റ്റ് ടൈം സ്പോർട്സ് ആയിരുന്നു ഇത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മത്സരത്തിനൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല, അതിന് ചെറിയ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ വീഡിയോസ് ഞാൻ പരമാവധി ഞാൻ ഉണ്ടാവുന്ന സമയത്തുള്ള എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം അതായത് ഫസ്റ്റ് നമ്മൾ ചെന്ന എൻട്രിയിൽ ഒരു ചെറിയൊരു മാർച്ച്, ഫസ്റ്റ് ടീമുകളൊക്കെ എല്ലാവരും നിന്നിട്ടുള്ളൊരു മാർച്ച് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഓണാക്കി കുറച്ച് വൈകി, അതാണ് ഇത്ര ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് മത്സരങ്ങൾ നമ്മളെ കാത്തിരിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് മത്സരം. ഫസ്റ്റ് ഇനം തന്നെ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അതായത് നടത്ത മത്സരം 1500 മീറ്റർ നടത്ത മത്സരമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇനം. ഇങ്ങനെ നമ്മൾ എന്തായിട്ടുണ്ട്, നമ്മളെ സ്പോർട്സ് ആരംഭിച്ചു. ഓക്കെ, ഞാനൊരു ഭാഗത്തിരുന്ന് മാത്രമാണ് വീഡിയോസ് എടുത്തത്, പിന്നെ എല്ലാ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഇനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കുറച്ച് ഇനങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് വീഡിയോ അധികം ലെങ്തി ആവേണ്ടതെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യട്ടെ, നിങ്ങൾക്ക് നല്ല രസകരമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു എന്തായാലും. നിറഞ്ഞ കയ്യടികളോടെയാണ് സ്റ്റാർട്ടിങ് തന്നെ. ശരിക്കും നല്ല നടത്ത മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, പ്രൊഫഷണലി. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കാലുമുട്ട് വളക്കാതെയൊക്കെ നടക്കണം, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, സംഭവം ഏതായാലും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം തന്നെ അത്യാവശ്യം അടിപൊളിയായിട്ട്. ഇപ്പം 1500 മീറ്റർ നടത്ത മത്സരമൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം വീഡിയോ ഇപ്പോൾ കംപ്ലീറ്റ്ലി ആക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്തി ആവും. അപ്പോൾ നമ്മൾ ഓരോ ഭാഗം മാത്രമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു റിസ്ക് ആയിരിക്കും. അതിന് പകരം എല്ലാ മത്സരങ്ങളും മിക്ക മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ആകുമ്പോൾ അത്രയും നല്ലത്. ഓക്കെ, ഞാനൊരു ഭാഗത്ത് മാത്രമേ ഇരുന്നിട്ടുള്ളൂ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടില്ല. വീഡിയോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതായാലും കംപ്ലീറ്റ്ലി കാണാൻ കഴിയും വീഡിയോ. ഓക്കെ, അപ്പോൾ ഏതായാലും ആദ്യത്തെ മത്സരം എൻഡായി. പിന്നെ അങ്ങനെ രണ്ടാമത്തെ മത്സരമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതേ ടൈമിൽ മറ്റു മത്സരമൊക്കെ മറ്റു ഭാഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെത്തുന്ന ഭാഗത്ത് മാത്രമേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ചെറിയൊരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്, അതായത് കുഴിമന്തി മന്തി നമുക്ക് കിട്ടും. ഓക്കെ, നറുക്കെടുപ്പ് വിജയികൾക്ക് ഓരോ മണിക്കൂറിന് ഓരോ വിജയികളും പ്രഖ്യാപിക്കും. അപ്പോൾ ഞാനും പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ ഓരോരുത്തരിങ്ങനെ പേര് എഴുതി ഇടുന്നത്. ഓക്കെ, നമ്മൾ ഒരു ബക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ പേര്, ക്ലാസ് അങ്ങനെ എഴുതിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും അങ്ങനെ നിങ്ങൾ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നെയിമും കാര്യങ്ങളൊക്കെ ഇട്ടു, പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഗ്രൗണ്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പം വിദ്യാർത്ഥികളൊക്കെ ഒരു ഭാഗത്ത് മാറി നിൽക്കുകയാണ്, ഓരോ ക്ലബിൻ്റെ വിദ്യാർത്ഥികൾ. അതിപ്പം ഓരോ ക്ലബ്ബായിട്ട് തിരിച്ചിട്ടാണ് മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ക്ലബ്ബ് വൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഒരു മത്സരം കൂടി ഇപ്പോൾ നടക്കാൻ ടൈമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതൊക്കെ ലൈവ് ഇടണമെന്ന് ആദ്യം കരുതിയതായിരുന്നു. പിന്നെ ലൈവ് ഇടുമ്പം ആ ഒരു ടൈമിൽ ഒരു പക്ഷേ നിങ്ങളുണ്ടാവാൻ ചാൻസ് ഇല്ല, അതായത് നിങ്ങൾ അധിക പേരൊന്നും ഓൺലൈനിൽ ഉണ്ടാവാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഒരു ഫ്രീ ആവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മത്സരം കൂടി കാണാം. ചില സമയത്ത് കുറച്ച് ചെറിയൊരു ലാഗ് ആയിട്ടുണ്ട്. അതായത് മത്സരം ചില സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊക്കെ വൈകിട്ടുണ്ട്.
കറക്റ്റ് ടൈമിൽ റിപ്പോർട്ടും കാര്യങ്ങൾ വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷന് വരുമ്പം അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് കുറച്ച് ലേറ്റ് ആവുന്നത്, അല്ലാതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനും തന്നെ സംസാരിക്കുന്ന ഇടയിലാണ് ചില സമയത്ത് വീഡിയോസ് എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്, അതായത് ചെറിയൊരു ലാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ എത്രത്തോളം കുറേ ആളുകൾ ഇപ്പം തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ് ഫുൾ സപ്പോർട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഭാഗത്ത് നിന്നു, സോ നമുക്കും പോവായിരുന്നു. ഞാനൊന്നാമത് പറഞ്ഞു നല്ല വെയിലുള്ള ടൈം. ഞാൻ പിന്നെ മത്സരത്തിനൊന്നും കൂടിയിട്ടില്ല. ഞാൻ പിന്നെ ക്യാമറ എടുക്കാം, വീഡിയോ എടുക്കാം, നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള രീതിയിൽ. നമ്മളിപ്പോൾ എത്ര പരിപാടികൾ കഴിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് ഓർമ്മക്കായിട്ടുള്ളൊരു വീഡിയോയെങ്കിലും വേണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ നെക്സ്റ്റ് ഒരു ഓട്ട മത്സരം അടിപൊളിയായിരുന്നു. ഏതായാലും ഓക്കെ, ഇത് 200 400 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. വീഡിയോ എടുത്ത സമയത്ത് ഇത് 200 ചാൻസ്. ഓക്കെ, ഏതായാലും അടിപൊളിയായിരുന്നു. നമുക്ക് 100 മീറ്ററിൻ്റെ ഓട്ട മത്സരം മാത്രമാണ് അതിൻ്റെ ചെറിയ വീഡിയോ, അതുപോലെ ലോങ് ജമ്പിൻ്റെ വീഡിയോ അത് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായത്. ആ ഒരു സമയത്ത് നമ്മൾ പുറത്തായിരുന്നു. ഓക്കെ, നമ്മൾ ഗ്രൗണ്ടിൽ അവൈലബിൾ ആയിരുന്ന സമയത്തുള്ള എല്ലാ വീഡിയോസും ഇതിൽ നിങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, കിടിലനായിട്ടോ. അപ്പം നിങ്ങൾ കാണാൻ കഴിയും എത്രത്തോളം കിടിലനായിട്ടുള്ള ഇതാണ് കാണാൻ കഴിയുന്നതെന്ന്. ഒരു ഭാഗത്ത് ഓട്ട മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഗ്രൗണ്ടിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് എന്തായിട്ട് ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, അതുപോലെ ജാവൽ ത്രോ, ലോങ് ജമ്പ്, ഇങ്ങനെയൊക്കെ കുറച്ച് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓട്ട മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിട്ടുണ്ട് അതേ സമയം ഷോട്ട് പുട്ട്. ഓക്കെ, നമ്മൾ ഷോട്ട് പുട്ട് കാണാനായിട്ട് വന്നു. ഏതായാലും ഷോട്ട് പുട്ടൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ഒരുപാട് മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു വാശിയേറിയൊരു പോരാട്ടം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്ര അടിപൊളിയായിരുന്നു. അതായത് 2 എയർ, ഒരാൾക്ക് 2 ഷോട്ട് പുട്ടിൽ വെച്ചിട്ട് 2 എയർ എറിയാൻ പറ്റും. സോ അതിൽ ഏറ്റവും കൂടുതൽ മീറ്ററിൽ പോകുന്നത് ഏതാണോ അത് മാത്രമാണ് നമ്മൾ അതിൽ ഏറ്റവും കണക്കാക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു 9 മീറ്ററോ എത്രയാണ് തോന്നുന്നുണ്ട് ഫസ്റ്റ് കിട്ടിയ വിജയിക്കുള്ളത്. സോ ഞാൻ അതും തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് അതും ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പകുതി ആയപ്പോൾ പോന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശമൊക്കെ കുറേ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര്. ഏതായാലും കുഴപ്പമില്ല, ഒരുപാട് കഴിവുള്ള ആൾക്കാർ, അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഒരുപാട് പേര് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സോ എന്നെ കാണിക്കാത്തൊരു വീഡിയോ ഇറങ്ങാറുമ്പോ അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് സെൽഫി പോലെ ഒരു വീഡിയോ എടുത്ത് വെച്ചു. അല്ലാതെ നടക്കില്ല ഇപ്പോൾ ഇത്. അതായത് ഇപ്പം ഞാനില്ലാതെ ഞാനൊരു വീഡിയോ എടുക്കുക, അപ്പം ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു വീഡിയോ ഇറക്കിയത്. ഏതായാലും 1-2 ഭാഗത്തേക്ക് നമ്മൾ വരണ്ടേ. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ. ഒരുപാട് പേര് വരാത്തതുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മെയിൻ ലക്ഷ്യം, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അറിയണം. അതായത് ഇങ്ങനത്തെ ഓരോന്ന് ഇപ്പം ഒരുപാട് പേര് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം സ്വന്തമായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നവർക്കുണ്ടാവും, അവർ മത്സരിച്ച ആ ഒരു ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. സോ പിന്നെ ഒരു ഭാഗത്ത് എന്തായിട്ടുണ്ട് മെഡലും കാര്യങ്ങളും കൊടുക്കും. വിജയികൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട്, ഓക്കെ മെഡൽ കൊടുത്തിട്ട് അവരിപ്പോൾ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മുടെ സ്പോർട്സ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കോളേജിൽ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ടൈം. പിന്നെ കൊറോണ അങ്ങനെ കുറേ ഇഷ്യൂ, ഇതിന് മുമ്പ് സ്പോർട്സും കാര്യങ്ങളൊക്കെ വന്നത് കൊറോണ കാലത്തിന് ശേഷം, അതായത് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ഫസ്റ്റ് ടൈം ഒരു സ്പോർട്സ് നടത്തിയതാണിത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഏതായാലും ഓക്കെ, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് മെഡൽ ധാരണയൊക്കെ. മെഡൽ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ആ സമയത്ത് മ്യൂസിക്സ്. സോ അടിപൊളിയായിരുന്നു എന്തായാലും.
സോ ഉച്ചക്ക് ഇത്രയും ഒരു പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ ഒരു 12:30 ആയി കാണും. 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെന്തായിട്ടുണ്ട്, ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. സോ ഫുഡ് കഴിക്കാൻ പോയടുത്തുനിന്ന് ഞാൻ അധികമൊന്നും വീഡിയോ എടുത്തില്ലെങ്കിലും ജസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ടൈം മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലെത്തി. അപ്പോൾ ഒരു ഭാഗത്ത് NSS ആളുകളുണ്ട്. അത് അവരെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ കറക്റ്റായിട്ട് വീടൊന്നും എടുത്തിട്ടില്ല. അവരെന്തായിട്ടുണ്ട്, അവരെ സർബത്ത് അങ്ങനെ ഓരോ വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് NSSൻ്റെ ഒരു ഭാഗം സജീവ പ്രവർത്തനങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സോ അത് ഞാൻ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ്, അതായത് നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു പോയതാണ്. സോ അപ്പം നമ്മൾ എത്തിയ സമയത്ത് തന്നെ അവിടെ മെഡൽ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഗേൾസ് വിഭാഗത്തിലും ബോയ്സ് വിഭാഗത്തിലൊക്കെ ഓട്ട മത്സരം അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം നടന്ന മത്സരത്തിലെ വിജയികൾക്ക് എന്തായിട്ടുണ്ട്, മെഡലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയ സമയത്ത് തന്നെ. അതായത് ഇപ്പം ഓരോ മത്സരങ്ങളുടെ ഇടവേളകളിൽ ഇപ്പം രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താവും, അങ്ങനത്തെ സമയത്ത് ഇങ്ങനെ മെഡൽ കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അടുത്തൊരു മത്സരം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് 400 മീറ്റർ ഗേൾസിൻ്റെ മത്സരമാണ് തോന്നുന്നുണ്ട്, ഓട്ട മത്സരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് മത്സരങ്ങളുണ്ട്, ഓരോ ഭാഗത്ത് സ്റ്റുഡൻസ് പ്രോത്സാഹനമായിട്ട് എത്തിയിട്ടുണ്ട്. സോ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. ഓക്കെ, ആ ഗ്രൗണ്ടിൽ തന്നെ നമ്മളിപ്പോൾ കോളേജിൽ നാക് വിസിറ്റിൽ A++ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോളേജിന്. സോ അപ്പം നമ്മൾ ഇതിനു മുമ്പ് തന്നെ കോളേജിൻ്റെ പഴയ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നാക് കിട്ടിയ ശേഷം നമ്മളൊരു വീഡിയോ പോലും എടുത്തിട്ടില്ല. സോ പുതിയൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും കോളേജ് മൊത്തത്തിൽ ടോട്ടലി നിങ്ങൾക്ക് കോളേജിൻ്റെ ആ മാറ്റത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അപ്പം നാക് വിസിറ്റിന് ശേഷം, അതായത് നാക് നമുക്ക് കിട്ടിയ ശേഷം എന്തായിട്ട് നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഈ ഒരു സ്പോർട്സ് നടക്കുന്നത് നമ്മളെ സ്പോർട്സാണ്. ഓക്കെ, അപ്പം അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എന്തായാലും. സോ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നേരെ നോക്കിയാൽ നേരെ പിറകിലിൻ്റെ ഗ്രൗണ്ടാണ്. സോ ആ ഒരു കാര്യം പിന്നെ കോളേജിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങളിലേക്ക് എന്തായാലും എത്തിക്കും. ഓക്കെ, അങ്ങനെ ഏതായാലും ഒരു 3 മണി 3:30 ആയി കാണും. ഓക്കെ, നമ്മൾ ഏതായാലും റെഡി ആയി നിൽക്കണം. അപ്പോൾ എന്നെ കാണിക്കേണ്ട ഒന്നുകൂടി ഞാനൊന്നും കൂടി എത്തിയിട്ടുണ്ട്. സോ തൊട്ടടുത്തെടുക്കുന്നത് ഒരു ഫ്രണ്ടാണ്. അവനാദ്യം അവനെ കട്ടയാണെന്ന് പറഞ്ഞു, ഞാൻ മറന്നുപോയതാണ്. അത് ഞാൻ ഏതായാലും കുഴപ്പമില്ല, അതൊക്കെ അവിടെ കിടക്കത്തെ ഓർമ്മകളൊക്കെ നമ്മുടെ കയ്യിൽ വേണമല്ലേ ഏതായാലും. സോ അപ്പം നിങ്ങൾ കാണാൻ കഴിയും NSSൻ്റെ അക്കൗണ്ടിൽ ഓരോരുത്തർ വന്നു പോകുന്നതും ഓരോരുത്തർ വെള്ളം കുടിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാനും ഒന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് കരുതി. ശേഷം നമുക്ക് വീഡിയോ എടുത്ത ആൾക്കാർ വേണ്ടേ അവിടെ ഉണ്ട്. ഏതായാലും നമ്മളെ ഗസ്റ്റൊക്കെ വരാൻ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് യൂണിയൻ്റെ ആളുകളൊക്കെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നതൊക്കെ ഓരോ ഭാഗത്ത് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. സോ മറുഭാഗത്ത് മത്സരം പുരോഗമിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു റൗണ്ട് കൂടി മത്സരങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തായിട്ടുണ്ട്, ചെറിയൊരു ബ്രേക്ക്, അതായത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ചില മത്സരങ്ങൾ എന്തായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില മത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു എൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻട്രിയൊക്കെ പറയുന്ന ഓരോ റൂമും കാര്യങ്ങളാണ് ഷെഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണും. സോ അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു. സോ മറ്റൊരു കാര്യത്തൊരു ഷെഡ് ഇട്ടി കാണാം. അവിടെ കുട്ടികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്ലബിൻ്റെ ക്യാപ്റ്റന്മാർ അവിടെ ഉണ്ട്, അവർ രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഇതാണ് ലാസ്റ്റ് മത്സരം. ഓക്കെ, ലാസ്റ്റ് മത്സരം മീൻസ് ഈ സ്പോർട്സിലെ ലാസ്റ്റ് ഇനമായ റിലേ. ഓക്കെ, റിലേ ആണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, റിലേ ആണിത്. ഓക്കെ, റിലേ ആണ്. അതെ,
ഞാനൊന്നാമത് വീഡിയോ എടുത്ത സമയത്ത് എനിക്കൊന്നും അതായത് വോയിസ് ഓവർ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കാൻ. ഞാൻ പൊതുവെ അങ്ങനെ ഓരോന്നും എഡിറ്റ് ചെയ്യലില്ല. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സ്പോർട്സിലെ എല്ലാ ഇവൻറ്റ്സും കൂടിയിട്ട് ഒരു കിട്ടില്ലായിട്ടുള്ള വീഡിയോ അതായിരിക്കും ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനിയിപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് പെർഫോമൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സോ പിന്നെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. സോ അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കും. നിങ്ങൾ ഫുൾ സപ്പോർട്ട് തന്നെ. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കാണാൻ എന്തായിട്ടുണ്ട്, ലാസ്റ്റ് ഇവൻറ്റ് ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവൻറ്റിൽ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അത്രയും സ്റ്റുഡൻസ് എല്ലാവരും ഗ്രൗണ്ടിലുണ്ടായിരുന്നു ലാസ്റ്റ് ഇവൻറ്റിൻ്റെ ഒരു സമയത്ത്. സോ ലാസ്റ്റ് ഇവൻറ്റ് എത്തുന്ന ആ ഒരു സമയത്ത് പറയുകയാണെന്നെങ്കിൽ നമ്മുടെ ഗസ്റ്റും ഏകദേശം എത്തിയ ഒരു വാർത്ത നമുക്ക് അപ്പം തന്നെ എന്തായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലപ്പുറത്തിൻ്റെ മറഡോണ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആസിഫ് സീഗർ ഇന്ത്യൻ ഫുട്ബോൾ താരം എന്തായിട്ടുണ്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മലപ്പുറത്തുകാർക്ക് ഏറ്റവും പ്രിയങ്കരമായിരുന്ന ഫുട്ബോൾ കളിക്കാരനാണ്. സോ ഏതായാലും ലാസ്റ്റ് ഇവരിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഫുട്ബോൾ ഇതിഹാസം നമ്മുടെ ഗ്രൗണ്ടിൽ ഏതായാലും എത്തി. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ജസ്റ്റ് ഈ സെൽഫി എടുത്താലോ അങ്ങനെ അത് ഓൾറെഡി ഇപ്പോൾ മത്സരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മത്സരം കാണുമായിരിക്കും എന്നുള്ള ഒരു ഉറപ്പൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ പോകാതിരുന്നത്. ഏതായാലും മത്സരത്തിന് ശേഷം നമുക്ക് ഒരു അടിപൊളി മത്സരങ്ങൾ അവിടെ എന്തായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. സോ അത്ര അടിപൊളിയായിരുന്നു. ഏതായാലും ലാസ്റ്റ് ടൈമൊക്കെ പറയുമ്പോൾ സോ ഇപ്പോൾ ലാസ്റ്റ് ഇനം റിലേ ഏകദേശം എൻഡിങ്ങിലാണ് ഉള്ളത്. സോ റിലേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിലേ ആണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഇനം മത്സരം കഴിഞ്ഞു. ഇനി എല്ലാവരും നിരന്ന് നിന്ന് ലാസ്റ്റ് ഫൈനൽ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഉള്ളത്. സോ ആസിഫ് സീഗർ അടക്കം എല്ലാവരും അവിടെ ഉണ്ട്. സോ എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് ആ ഒരു ഫൈനൽ ക്ലബിൽ ആർക്ക് ഏത് ക്ലബ്ബ് ഏത് ടീമാണ് ജയിച്ചത് അറിയാൻ വേണ്ടിയിട്ട്. പച്ച, നീല, യെല്ലോ മീൻസ് ഇവർക്ക് പേരുണ്ട്. അവഞ്ചേഴ്സ്, ഡിഫൻഡേഴ്സ്, അങ്ങനെ ഓരോ പേരൊക്കെ ഇട്ടിട്ടാണ് ക്ലബിനെ ഇതിൽ തിരിച്ചിട്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് ഷമീദ്. ഞങ്ങൾ മുമ്പാട്ടുകാരാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പോർട്സിൻ്റെ ഇനാഗ്രേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് എൻ്റെ ചീത്ത പറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾ വരാതെ. അതെന്തുകൊണ്ടാണ് എനിക്കറിയാം, അവനും അറിയാം. കാരണം ചില കളികളും ഒക്കെ ആ സമയത്തായിരിക്കും ഇവിടെ സ്പോർട്സിലേക്ക് വരുന്നത്. 10 വർഷത്തോളം ട്രൈ ചെയ്തിട്ട് ഈ ഒരു അവസരമാണ് വന്നത് അല്ലേ. അപ്പോൾ ആ കട ഞാൻ വീട്ടിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ എനർജി വൈബൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മ വരാണ്. അപ്പോൾ ഒന്ന് പാഴാക്കരുത്, തകർക്കുക. എഡ്യൂക്കേഷൻ മസ്റ്റാണ്. ഫുട്ബോൾ ഉണ്ടെങ്കിലും സ്പോർട്സ് ഉണ്ടെങ്കിലും ഇതിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബാക്കിയെല്ലാം മൊബൈലിലൊക്കെ ഒരുപാട് കളിക്കുന്നതൊക്കെ മാറ്റി നിർത്തി ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നല്ലൊരു ഭാവി എല്ലാവർക്കും ആഗ്രഹമാണ്. ഇങ്ങനൊരു പ്രോഗ്രാമിന് വിളിച്ച പ്രിൻസിപ്പൽ ബഷീർ സാർ അതുപോലെ എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്പോർട്സ് ഡേ ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലാസ്റ്റത്തെ മന്തി നറുക്കെടുപ്പാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ നിന്ന ഒരു മന്തി നറുക്കെടുപ്പായിരുന്നു. ലാസ്റ്റത്തെ മന്തി നറുക്കെടുപ്പും അങ്ങനെ ആസിഫ് സീഗർ എന്തായിട്ടുണ്ട് അവിടെ കഴിച്ചിട്ടുണ്ട്. സോ നമുക്ക് അവിടേക്ക് ക്യാമറ അധികം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, അത്രയും തിരക്കായിരുന്നു അവിടെ. പോരാട്ടത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി ടീം ഡിഫൻഡേഴ്സ് 50 പോയിന്റുമായി 3ാം സ്ഥാനത്ത്. 5 പോയിന്റുകളുടെ വ്യത്യാസത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും
സ്ഥാനവും നേടിയ മറ്റ് 2 ടീമുകൾ. ഫസ്റ്റ് വരണോ സെക്കൻഡ് വരണോ? The second prize goes to with 73 points, Team Eternal. അമലിലെ കുന്നിൻ മുകളിലെ കൊട്ടാരത്തിൽ ഈ വർഷത്തെ സ്പോർട്സ് ആനുവൽ മീറ്റിന്റെ ചാമ്പ്യൻസ് സോ അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ സ്പോർട്സ് ലാസ്റ്റ് എൻഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ടിൽ കാണാൻ ഒരുപാട് പേര് ഇപ്പം അവിടെ അവർ ചാടിക്കളി, ഫോട്ടോ എടുക്കുക എല്ലാം തുടങ്ങിയിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ സ്പോർട്ട് പരിപാടി. പരിപാടി അടിപൊളി അടിപൊളി. കോളേജ് ആയതുകൊണ്ട് പറയാം ഞങ്ങൾ ലാസ്റ്റ് സ്പോർട്സും ഫസ്റ്റ് സ്പോർട്സും അടിപൊളി, ഒരു രക്ഷയില്ല. സോ സ്പോർട്സ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു. സോ അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.